Hi, hello. I am a sunset loving person. Welcome to my evening of a day. ആക്ച്വലി ഞാൻ കൊറിയർ ചെയ്യാൻ വന്നതാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പാപ്പയും കൊച്ചു പറയാം കൊറിയർ സർവീസ് നിർത്തി മാഡം. പിന്നെ അവിടെ നിന്ന് എഴുന്നിട്ട് വേറൊരു കൊറിയറിലോട്ട് പോയി, പ്രൊഫഷണൽ കൊറിയർ എന്ന് പറഞ്ഞിട്ട്. ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ, എനിവേ അത് കഴിഞ്ഞൊരു ലസ്സി കുടിക്കാൻ വന്നു. ഈ ഒരു കടയിലെ ലസ്സി ഭയങ്കര ടേസ്റ്റാണ്. ഷുഗർ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്, എന്നാലും ആ ലസ്സി ഓർക്കുമ്പോൾ ആ കടയുടെ അടുത്ത് വരുമ്പോൾ അറിയാതെ കുടിച്ചു. ഞാനൊരു മാംഗോ ലസ്സി, അപ്പുറം ഒരു ബ്ലൂബെറി ലസ്സിയാണ് വാങ്ങിച്ചത്. നന്നായിരുന്നു. പിന്നെ എനിക്ക് തൊട്ടടുത്തൊരു ഐഫോണിൻ്റെ റീറ്റെയിൽ ഷോറൂം കണ്ടു. കയറി നോക്കാം എന്ന് വിചാരിച്ചു. കുറേ നാളായി ഐഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട്. പിന്നെ ഇതുവരെ ഒരു ഐഫോൺ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്നത് സാംസങ്ങിൻ്റെ ബട്ട് എനിക്ക് ക്യാമറയ്ക്കകത്ത് നോക്കിയപ്പോൾ സീനറി പിക്ചേഴ്സൊക്കെ സാംസങ്ങിന് തന്നെയാണ് നന്നായിട്ട് തോന്നിയത്. ഐഫോണിന് ഭയങ്കര ഒരു ഷിമ്മറി പോലെ തോന്നി. LED லைட் வந்து இப்படி வந்துட்டு இருக்குமா? ஐஃபோனிൽ கூட பட் ஐஃபோனில் கொஞ்சம் ஸ்கின்னு ஃபேர் ஆகுது. നോക്കുമ്പോൾ അത്ര അവരുടെ ഫേസ് വരെ கரெக்ட்னா கொஞ்சம் பிங்கிஷ் ஸ்கின்னாக இருக்கு. ஐஃபோனில் ബ്രൈറ്റ്നസ് இருக்குது. 16 കൊള്ളില്ലാന്ന് കാര്യം പറഞ്ഞത് കാരണം ഒരു ഫോട്ടോയിൽ എടുക്കുക. ആ ശ്രമം വേണ്ടാന്ന് വെച്ചു, എനിക്കിഷ്ടപ്പെട്ടില്ല. ദിസ് ഇസ് ഐഫോൺ LED ലൈറ്റിൻ്റെ ഇങ്ങനെ ബ്ലിങ്ക് ആകുമോ? സെയിം ഐഫോൺ ബട്ട് ഫേസ് കണ്ടോ? ഐഫോൺ എൻ്റെ ഫോണിൽ കറുത്തിരിക്കുന്നു, ഈ ഐഫോണിൽ ആ പുള്ളിക്ക് നല്ല വെളുത്തിരിക്കും അല്ലേ? അതെന്താ അങ്ങനെ? അങ്ങനൊന്നും പോവില്ല. ഇത് ഫിംഗർ പ്രിൻ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നു. എൻ്റെ വീക്ക്നെസ്സാണ് എപ്പോഴും ഫ്ലവേഴ്സ്. കുറച്ച് നേരം ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ചുമ്മാ കണ്ടിരുന്നു. വാങ്ങിച്ചില്ല. ഒരു ഫ്ലവർ വന്നിട്ട് 20 റുപ്പീസ് എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിച്ചില്ല. നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്ലവേഴ്സ്. ഈ കുട്ടി അവിടെ നിന്ന് എന്നെ ഇങ്ങനെ വിളിക്കുന്ന കൊച്ചിന് മിണ്ടാനും കാത് കേൾക്കാനും പറ്റില്ല അതെനിക്ക് തോന്നുന്നു. പാവം അത് തന്നെ പറയുന്നുണ്ട്, മിണ്ടാൻ പറ്റില്ല. അവിടുന്ന് വെറുതെ റൗണ്ട് നടന്നു. ഇവിടെ ആക്ച്വലി ഫുഡ് കോർട്ട് ആദ്യമൊക്കെ നല്ലതായിരുന്നു. ദിസ് ഈസ് കോൾഡ് മദ്രാസ് ദം ബിരിയാണി, സംതിങ് ലൈക്ക് ദാറ്റ്. ഉള്ള ചുമ്മാ കുറേ സാധനങ്ങൾ നോക്കി. ഈ ഒരു ടോയ് ഭയങ്കര സോഫ്റ്റായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല കേട്ടോ. ഒള്ളി വിൻഡോ ഷോപ്പിംഗ് ആണ്. ഇത് ഫിഷ് സ്പാ, ഭയങ്കര സ്മെല്ലാണ്. ഐ ഡോണ്ട് ലൈക്ക്. പിന്നെ ഈ സാധനം കണ്ട് ഇത് കുറച്ച് നേരം ഇട്ടു. ഞാൻ ഇട്ട് കേട്ടോ. ആക്ച്വലി 2 പ്രാവശ്യം ഞാനിത് ക്യാച്ച് ചെയ്തു. പക്ഷേ കറക്റ്റായിട്ട് ഞാൻ ക്യാച്ച് ചെയ്ത് മാത്രം വീഡിയോഗ്രാഫർ വളരെ ബ്രില്യൻ്റായിട്ട് എടുത്തില്ല. ബാക്കിയെല്ലാം മൊത്തം ഇതൊരു ബാലൻസ് കിട്ടിക്കഴിയുമ്പോൾ ഈസിയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ എടുക്കുമായിരിക്കും. അത്ര നേരം എടുത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ പിടിക്കാൻ നേരം എടുത്തു. കുറച്ച് നേരം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യത്തിന് പിടിച്ചോട്ടെ. ശരിക്കും ഇട്ട് തന്നെ പിടിച്ചു, പക്ഷെ എടുത്തില്ല പുള്ളി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചുമ്മാ കറങ്ങി അടിച്ച് വന്നു. ഇവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് ഷോപ്പുണ്ട്, ചായ, ദാറ്റ് ഈസ് ബബിൾ ടീ. ലൈക്ക് അതെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക്. ഇവിടെ ഇങ്ങനെ നല്ല രാത്രി, ഇതിപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റ് 11:30 ആണ് കേട്ടോ. രാത്രിയാണെങ്കിലും നല്ല വെളിച്ചം. നമുക്കങ്ങനെ ഒരു ഇരുട്ടിൻ്റെ പേടി അങ്ങനെയൊന്നുമില്ല. ദിസ് ഈസ് ദ പ്രൗഡ് ഓഫ് ചെന്നൈ ട്രാൻസ്പോർട്ട്. ഞാൻ ആ ബസ് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് എടുത്തതാണ്. പൊങ്കലിൻ്റെ തിരക്കായിരുന്നു. പൊങ്കൽ കഴിഞ്ഞു, എന്നാലും 1 മാസം പൊങ്കലിൻ്റെ ഡെക്കറേഷൻസൊക്കെ വെച്ചിരിക്കുമായിരുന്നു. ഇത് ഞങ്ങൾ ഇന്നിട്ട കോലമാണ്. രാത്രിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് മാർഗഴി മാസം കഴിയാറായ ലാസ്റ്റ് ഡേ
ഇട്ട കോലമാണ്. സോ ഇറ്റ് കെയിം ഔട്ട് വെൽ ആക്ച്വലി. ദെൻ നെക്സ്റ്റ് ഡേ ഈവനിങ് ബെൽജിയം ചോക്ലേറ്റ് കഴിക്കാൻ പോയി. സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് കഴിച്ച് തീർക്കാൻ ഇച്ചിരി ടഫാണ്. അതിങ്ങനെ ഇറ്റ് വിൽ മെൽറ്റ് ഓൺ അവർ ലിപ്സ്, ഫേസ് ആൻഡ് ഓൾ. അവർക്ക് അവിടെ ചെയർ മാത്രമേ ഉള്ളൂ, ടേബിളില്ല. എനിക്ക് ടേബിളില്ലാതെ ശീലമുമില്ല. ഇറ്റ്സ് ടു ബിഗ് ഫോർ മീ. അത് വേറെ. ഇതിൻ്റെ ഐസ്ക്രീം, ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആൻഡ് വേറൊരെണ്ണം വൈറ്റ് ചോക്ലേറ്റ്. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം. സോ ഡാർക്ക് ചോക്ലേറ്റ് കയ്യിൽ, ഫേസിൽ ഫുള്ളായി. ബട്ട് ടേസ്റ്റും അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിരുന്നു. നല്ല അടിപൊളി സ്മെൽ, നല്ലായിരുന്നു. മന്ത്ലി വൺസെങ്കിലും കഴിക്കണം. നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റില്ല, ഡയറ്റ് നോക്കുന്ന കാരണം. ഐ ഫീൽ ഹാപ്പി. ഞാൻ ചെറുക്കനോട് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് താങ്ക്സ്. ഞാൻ എൻ്റെ ഗാർഡൻ അപ്ഡേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിരുന്നില്ലേ, ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്ഡേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് കുറച്ച് സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് ഗാർഡനൊക്കെ ക്ലീൻ ചെയ്ത്, കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്ത് പ്ലാന്റ്സ് കയറ്റി. കാരണം മഴ, സൈക്ലോണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഓൾറെഡി മണ്ണിനകത്ത് വാങ്ങിക്കൊണ്ട് വരുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ് ഇല്ലേ, ആ മണ്ണിനകത്തുള്ളതാണോ എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര പേടിയായി അതിനെ കണ്ടിട്ട്. അത് മൊത്തം എടുത്ത് ഞാൻ ചെയ്തില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. ബാക്കിയൊക്കെ ഞാൻ ചെയ്തു, അറേഞ്ച്മെൻറ്റ്സൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ റീ അറേഞ്ച് ചെയ്ത ഗാർഡനാണ്. ഇനിയും കുറച്ചുണ്ട്. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്, ഇതുവരെയും കായ്ച്ചിട്ടില്ല. കായ്ക്കുമോ ഇല്ലയോ അറിയില്ല. നമുക്കത് കളയാനും മനസ്സ് വരത്തില്ല. കായ്ക്ക് ചെടി പെട്ടെന്ന്. പിന്നെ ഈ ഒരു സ്റ്റാൻഡാണ്, ഈ സ്റ്റാൻഡിൽ കയറ്റി വെച്ചു. കാരണം നിലത്തൊന്നും തന്നെ വെക്കണ്ട, എല്ലാം ഇങ്ങനെ മേളിൽ കയറ്റി വെച്ചാൽ താഴെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇനി ഒരു 2 സ്റ്റാൻഡും കൂടെ വാങ്ങിക്കണം. ആക്ച്വലി ഈ പ്ലാന്റൊക്കെ കുറേ നാളുകളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് കോർണറിലൊരു കുഞ്ഞ് ചെടിച്ചട്ടിന്ന് കിളുത്ത് കൃഷ്ണനെ അവിടെ വെച്ചപ്പോൾ കൃഷ്ണൻ്റെ മേത്തൂടെ കയറിയ ഒരു കുട പോലെ. ഇതാണ് ശരിക്കും ആ ചെടിയുടെ റൂട്ട്. അവിടുന്ന് കൃഷ്ണൻ്റെ ചുറ്റിനും കയറി അതങ്ങ് തഴച്ച് വളർന്നു. ഇനി അതിനെ എടുത്ത് സ്റ്റാൻഡിൽ വെക്കണമെങ്കിൽ നല്ലൊരു തത്രി കൗവിനെ കാണാൻ നല്ല ഭംഗിയില്ല ആ ഇലക്കിടയിൽ കൂടെ. അതും കൂടെ സ്റ്റാൻഡിലാക്കണം, അത് നല്ലൊരു പണിയാണ്. ഒരു തുളസിത്തറ വാങ്ങിച്ചു. ഇതിന് ഇനി ഒരു ചെമ്മണ്ണ് പൂശണം, എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. രണ്ട് മൂന്നാല് തുളസിയുണ്ട് കേട്ടോ. എനിക്ക് ഈ പാമ്പ്രി അങ്ങോട്ടൊരു കുണം പിടിക്കുന്നില്ല. ഇത് ഞാൻ ഡെക്കത്ലോണിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്റ്റൂളാണ്. നമ്മുടെ മൂടെയായിരുന്നു ഇട്ടിരുന്നത് കെയിനിൻ്റെ. അത് മൊത്തം മഴ അടിച്ചടിച്ച് പോയി. ഓൾമോസ്റ്റ് പോയിരിക്കുകയായിരുന്നു, കുറേ വർഷങ്ങളായതാണ്. ഇതിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് നോക്കി ഓക്കെ ആണോ എന്ന്. അത്ര ഓക്കെ അല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. സൈക്ലോൺ കഴിഞ്ഞ് നിങ്ങൾ ആദ്യമായിട്ടല്ലേ വെളിയിൽ കാണുന്ന, ബാൽക്കണി കാണുന്ന തെളിഞ്ഞ ആകാശം, നല്ല കളർഫുൾ സ്കൈ, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല കാറ്റാണ്. ഈ ചെടി നല്ലതായിട്ട് പൂത്ത് വരുന്നുണ്ട്, കട്ട് ചെയ്ത് വിട്ടാണ്.